ചോദ്യം 27:3 ആണെങ്കിൽ 517 വാട്ട്. 27:3 ആണെങ്കിൽ 517 വാട്ട്. അപ്പോൾ നമുക്കറിയാം 27ഉം 3ഉം എങ്ങനെയാണോ ബന്ധപ്പെട്ടിട്ടുള്ളത് അതുപോലെ തന്നെ ആയിരിക്കും എന്ത് 517ഉം. ഇനി ഇവിടെ വരാൻ പോകുന്ന നമ്പറും റിലേറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ 27നെ നമുക്ക് 3 ക്യൂബ് എന്ന് എഴുതാം. 27 എന്താണ്? 3 ക്യൂബാണ്. അപ്പോൾ ഇവിടെ എങ്ങനെ റിലേഷൻ? 3 ക്യൂബ് ഈസ് ടു 3. ഇവിടെ 512 എന്തിൻ്റെങ്കിലും ക്യൂബാണോ? 512 8ൻ്റെ ക്യൂബാണ്. അപ്പോൾ ഇവിടെ എന്താ വരിക? 8 ആയിരിക്കും വരിക. ഓക്കെ, അപ്പോൾ 8 ഓപ്ഷൻ എ ആണെന്ത് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം, റസിയ ഒരു അലമാര വാങ്ങിയപ്പോൾ 6% കിഴിവ് കിട്ടി. 780 രൂപയാണ് കുറഞ്ഞത്. എത്ര രൂപയാണ് റസിയ കൊടുത്തത്? അപ്പോൾ നമ്മളോട് പറഞ്ഞു റസിയ ഒരു അലമാര വാങ്ങിയപ്പോൾ 6% കിഴിവ് കിട്ടി. 6% കിഴിവ് കിട്ടി എന്ന് പറഞ്ഞാൽ 780 രൂപയാണ് കുറഞ്ഞത്. ദാറ്റ് മീൻസ് 780 രൂപ എന്ന് പറയുന്നത് 6% ആണ്. എന്തിൻ്റെ 6%? അലമാറയുടെ വിലയുടെ. അങ്ങനെയാണെങ്കിൽ നമ്മളോട് ചോദിച്ചിട്ടുള്ളത് റസിയ എത്ര രൂപയാണ് കൊടുത്തത്. അപ്പോൾ അലമാറയുടെ ശരിക്കുമുള്ള വില 100% ആണെന്ന് വിചാരിക്കുക. 100% ആയിരിക്കുമല്ലോ. അതിൽ 6% കിഴിവ് കിട്ടി. അപ്പോൾ റസിയ എത്ര രൂപയായിരിക്കും കൊടുത്തിട്ടുണ്ടാവുക? 94% ആയിരിക്കും കൊടുത്തിട്ടുണ്ടാവുക അല്ലേ? 6% കിഴിവാണ്. അപ്പോൾ നമുക്ക് കാണേണ്ടത് 94% കാണേണ്ടത്. എന്തിൻ്റെ? അലമാറയുടെ 94%. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കിവിടെ 780 രൂപ എന്ന് പറഞ്ഞാൽ 6%. വിലയുടെ 6%ആണ് 780 രൂപ. അത് നമുക്ക് കറക്റ്റായിട്ട് അറിയാം. അപ്പോൾ 1% എന്ന് പറഞ്ഞാൽ എത്ര ആയിരിക്കും? 780/6 ആയിരിക്കും 1%. ഓക്കെ, നമുക്ക് 94% കാണേണ്ടത്. അപ്പോൾ 1%നെ 94 കൊണ്ട് ഗുണിച്ചാൽ നമുക്ക് എന്ത് കിട്ടും? 94% കിട്ടും. അപ്പോൾ ഇത് കണ്ടാൽ മതി. അപ്പോൾ നമുക്ക് റസിയ എത്ര രൂപ കൊടുത്താണ് വാങ്ങിച്ചതെന്ന് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ ഇത് ചെയ്യുമ്പോൾ 6നെ 2 കൊണ്ട് വെട്ടിയാൽ 3, 78നെ 2 കൊണ്ട് വെട്ടിയാൽ 39, പിന്നെ 0. ഇനി 3നെ 39 കൊണ്ട് വെട്ടിയാൽ 13 അല്ലേ? പിന്നെ ഇവിടെ 0 ഉണ്ട്, 130. ദാറ്റ് ഈസ് 130 × 94. ദാറ്റ് ഈസ് 130 × 94 എന്ന് പറഞ്ഞാൽ 12220 ആണ്. ഓക്കെ, അപ്പോൾ റസിയ 12220 രൂപ കൊടുത്തിട്ടാണ് എന്ത് ചെയ്തത്? അലമാര വാങ്ങിച്ചത്. ഓപ്ഷൻ എ ആണെന്ത് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം, ഒരു കാറിൻ്റെ ശരാശരി വേഗത 84 km/മണിക്കൂർ ആണെങ്കിൽ 1 മിനിറ്റിൽ കാർ എത്ര ദൂരം മുന്നോട്ട് പോകും? അപ്പോൾ കാറിൻ്റെ ശരാശരി വേഗത തന്നിട്ടുണ്ട്. വെലോസിറ്റി എത്രയാണ്? 84 km/h ആണ്. അങ്ങനെയാണെങ്കിൽ ഈ കാറ് 1 മിനിറ്റിൽ എത്ര ദൂരം സഞ്ചരിക്കും? അപ്പോൾ ടൈം എത്രയാണ്? 1 മിനിറ്റാണ്. 1 മിനിറ്റിൽ കാർ എത്ര ദൂരം സഞ്ചരിക്കും? ഡിസ്റ്റൻസ് ആണ് നമുക്ക് കാണേണ്ടത്. സോ നമുക്കറിയാം പ്രവേഗത്തിൻ്റെ അല്ലെങ്കിൽ വെലോസിറ്റിൻ്റെ ഇക്വേഷനിൽ നിന്ന് ഡിസ്റ്റൻസ് d = വെലോസിറ്റി × ടൈം. ദാറ്റ് ഈസ് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ 84 km/h ആണ്. ഇൻറ്റു ടൈം എത്ര? 1 മിനിറ്റ് ആണ്. ഓക്കെ, ഇനി നമ്മൾ ഓപ്ഷനിൽ നോക്കുമ്പോൾ നമുക്ക് ദൂരം മീറ്ററിലാണ് കാണേണ്ടത്. നോക്കൂ, ഓപ്ഷനിൽ ദൂരത്തിൻ്റെ മീറ്റർ, ഡിസ്റ്റൻസിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് എല്ലാം മീറ്ററാണ്. അപ്പോൾ ഈ കിലോമീറ്ററിനെ നമ്മൾ മീറ്റർക്ക് മാറ്റണം. അതേപോലെ തന്നെ നമുക്ക് മിനിറ്റിലാണ് ഇവിടെ ടൈം തന്നിട്ടുള്ളത്. അപ്പോൾ ഈ മണിക്കൂറിന് എന്തൊക്കെ മാറ്റണം? മിനിറ്റിക്ക് ചേഞ്ച് ചെയ്യണം. ഓക്കെ, ദാറ്റ് ഈസ് നമുക്കറിയാം 1 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ 1000 മീറ്ററാണ്. അതുപോലെ തന്നെ 1 മണിക്കൂർ എന്ന് പറഞ്ഞാൽ 60 മിനിറ്റാണ്. അപ്പോൾ നമ്മൾ ആ മാറ്റങ്ങൾ ഇവിടെ കൊടുത്താൽ 84 × കിലോമീറ്ററിനെ 1000 മീറ്റർ / മണിക്കൂറിനെ 60 മിനിറ്റ്
ഇൻറ്റു 1 മിനിറ്റ്. അപ്പോൾ ഈ മിനിറ്റും യൂണിറ്റുകൾ വെട്ടിപ്പോവും. ഈ സീറോയും വെട്ടിപ്പോവും. പിന്നെ 6നെ 2 കൊണ്ട് വെട്ടിയാൽ 3, 84നെ 2 കൊണ്ട് വെട്ടിയാൽ 42. അഗെയിൻ 42നെ 3 കൊണ്ട് വെട്ടിയാൽ 42ൽ എത്ര 3 ഉണ്ട്? 14 3 ഉണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് 14 ഇൻറ്റു 100 എന്ന് കിട്ടി. ഇൻറ്റു 1 ഉണ്ട്. ദാറ്റ് മീൻസ് 1400 മീറ്റർ. അപ്പോൾ ഈ കാറ് 1 മിനിറ്റ് കൊണ്ട് എത്ര ദൂരമാണ് സഞ്ചരിക്കുന്നത്? 1400 മീറ്ററാണ്. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ സി ആണെന്ത് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം, റൂട്ട് ഓഫ് 1764 എത്ര എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, റൂട്ട് ഓഫ് 1764 ഇങ്ങനെ ചോദിക്കുമ്പോൾ പെട്ടെന്ന് നമുക്ക് എല്ലാ റൂട്ടുകളും ഓർത്തിരിക്കാൻ കഴിയില്ല. അപ്പോൾ ഇങ്ങനെ ചോദിക്കുകയാണെങ്കിൽ നമുക്ക് ഈ റൂട്ടിനകത്തുള്ളത് എന്തെങ്കിലും സ്ക്വയർ ആക്കി എഴുതാൻ പറ്റുമോ, അല്ലെങ്കിൽ അങ്ങനെയാണ് നോക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഇത് കുറച്ച് വലിയൊരു സംഖ്യ 1764 നമുക്ക് പെട്ടെന്ന് കിട്ടില്ല. അതുകൊണ്ട് നമ്മൾ ഇങ്ങനത്തെ സംഖ്യകളെ റൂട്ട് കാണാൻ നമ്മൾ ഫാക്ടറൈസ് ചെയ്ത് നോക്കാം. 1764നെ ഞാൻ ഫാക്ടറൈസ് ചെയ്യാൻ പോവാണ്. ആദ്യം ഏറ്റവും ചെറിയ സംഖ്യ 2 കൊണ്ട് ഫാക്ടറൈസ് ചെയ്തു. 2 കൊണ്ട് ഫാക്ടറൈസ് ചെയ്യുമ്പോൾ ഇവിടെ ഫസ്റ്റ് 17, 16ൽ 8, ശിഷ്ടം 1, 16ൽ 8, 4ൽ 2, അപ്പോൾ 882 എന്ന് കിട്ടും. വീണ്ടും 2 കൊണ്ട് ഫാക്ടറൈസ് ചെയ്താൽ 4, 4, 1 കിട്ടും. വീണ്ടും 2 കൊണ്ട് ഫാക്ടറൈസ് ചെയ്യാൻ കഴിയില്ല, പിന്നെ ഇവിടെ ഒറ്റ സംഖ്യ ആയതുകൊണ്ട് ഞാൻ 3 കൊണ്ട് ഫാക്ടറൈസ് ചെയ്യണം. 3 കൊണ്ട് ഫാക്ടറൈസ് ചെയ്യുമ്പോൾ 44ൽ എത്ര 3 ഉണ്ട്? 30, 30ൽ 10, 33, 36, 39, 42, 42ൽ 14 3 ഉണ്ട്. പിന്നെ ഇവിടെ ശിഷ്ടം 2 ഉണ്ടാവും, അപ്പോൾ ഇവിടെ 21, 21ൽ എത്ര 3 ഉണ്ട്? 18ൽ 6, 21ൽ 7, അപ്പോൾ 147 കിട്ടി. വീണ്ടും ഞാൻ എന്ത് ചെയ്യണം? ഒരു 3 കൊണ്ട് ഫാക്ടറൈസ് ചെയ്ത് നോക്കാം. 3 കൊണ്ട് ഫാക്ടറൈസ് ചെയ്യുമ്പോൾ ഫസ്റ്റ് ഇവിടെ 14 ആണ്, 14, 12ൽ 4 3 ഉണ്ട്. പിന്നെ ഇവിടെ 2 ഉണ്ട് ശിഷ്ടം, അപ്പോൾ 27, 27ൽ എത്ര 3 ഉണ്ട്? 9 3 ഉണ്ട്. അപ്പോൾ ഇവിടെ 49 കിട്ടി. 49നെ നമുക്ക് 7 കൊണ്ട് ഫാക്ടറൈസ് ചെയ്താൽ 7 കിട്ടും അല്ലേ? അപ്പോൾ നമുക്ക് 1764നെ ഇതിൻ്റെ ഒക്കെ ഗുണനഫലമായിട്ട് എഴുതാം അല്ലേ? ദാറ്റ് മീൻസ് 2 ഇൻറ്റു 2 ഇൻറ്റു 3 ഇൻറ്റു 3 ഇൻറ്റു 7 ഇൻറ്റു 7. ദാറ്റ് മീൻസ് 2 സ്ക്വയർ ഇൻറ്റു 3 സ്ക്വയർ ഇൻറ്റു 7 സ്ക്വയർ. അപ്പോൾ ഇതിൻ്റെ റൂട്ട് കാണുക എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ റൂട്ട് കാണും. ദാറ്റ് മീൻസ് എല്ലാ സംഖ്യകളുടെയും റൂട്ട് കാണും. റൂട്ട് 2 സ്ക്വയർ ഇൻറ്റു റൂട്ട് 3 സ്ക്വയർ ഇൻറ്റു റൂട്ട് 7 സ്ക്വയർ. ഇത് എത്ര കിട്ടുക? 2 ഇൻറ്റു 3 ഇൻറ്റു 7. ദാറ്റ് ഈസ് 3 ഇൻറ്റു 7 21, 21 ഇൻറ്റു 2 42. അപ്പോൾ നമ്മൾ ആൻസർ എത്രയാണ്? 42 ആണ്. ഓക്കെ, ഓപ്ഷൻ ഡി ആണെന്ത് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം, 3/5 + 1/3 + 1/15 ഈക്വൽ ടു വാട്ട്? 3/5 + 1/3 + 1/15 ഈക്വൽ ടു വാട്ട്? അപ്പോൾ നമ്മളിത് ചെയ്യുമ്പോൾ ഡിനോമിനേറ്ററിലെല്ലാം സെയിം സംഖ്യ ആക്കാൻ പറ്റുമോ നോക്കണം. എന്നാൽ നമുക്ക് ന്യൂമറേറ്റർ എന്താ മതി? നേരെ ആഡ് ചെയ്താൽ മതി. ഇത് ഫ്രാക്ഷൻ നമ്പേഴ്സ് ആയതുകൊണ്ട്. അപ്പോൾ ഞാൻ എല്ലാ ഡിനോമിനേറ്ററിലും 15 ആക്കുകയാണ്. 15 ആക്കാൻ വേണ്ടിയിട്ട് ഇവിടെ 15 ആക്കാൻ ഞാൻ 5 കൊണ്ട് ഗുണിക്കണം. അപ്പോൾ മുകളിലും എന്തുകൊണ്ട് ഗുണിക്കണം? 5 കൊണ്ട് ഗുണിക്കണം. ഇവിടെ 15 ആക്കാൻ ഞാൻ 3 കൊണ്ട് ഗുണിക്കണം. അപ്പോൾ മുകളിലും എന്തുകൊണ്ട് ഗുണിക്കണം? 3 കൊണ്ട് ഗുണിക്കണം. അപ്പോൾ എന്താ കിട്ടുക നമുക്ക്? ഡിനോമിനേറ്ററിൽ 15 എന്നുണ്ടാവും. ന്യൂമറേറ്ററിൽ ഇവിടെ 3 × 3 9 + 1 × 5 5 + 1. ദാറ്റ് ഈസ് 9ഉം 5ഉം 14, 14 1 15. 15/15. 15/15 എത്ര? 1 ആണ്. അപ്പോൾ നമ്മൾ ആൻസർ ബി, ഓപ്ഷൻ ബി 1 ആണെന്ന് ആൻസർ. അടുത്ത ചോദ്യം, -12 1/2 + 1/2 ഈക്വൽ ടു വാട്ട്? -12 1/2 +
1/2 ഇതാണ് നമുക്ക് കാണേണ്ടത്. അപ്പോൾ ഇത് മിക്സ്ഡ് ഫ്രാക്ഷൻസ് ആണ് അല്ലേ. അപ്പോൾ നമ്മളിവിടെ -12 1/2 എനിക്ക് -12 +1/2 എന്ന് എഴുതാം ബ്രാക്കറ്റിൻ്റെ അകത്ത്. കാരണം ഈ മൈനസ് ഇതിനും കോമൺ ആണ്. പിന്നെ ഇവിടെ +1/2 ഉണ്ട്. ഈ മൈനസിനെ ഉള്ളിലേക്ക് എടുത്താൽ മൈനസ് കൊടുത്താൽ -12 -2 +1/2 -12 -12 -12 -1/2 -1/2 +1/2. ഈ -1/2 +1/2 വെട്ടിപ്പോകും, ബാക്കി -12 ഉണ്ടാവും ആൻസർ. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ ബി ആണെന്ത് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം, താഴെ കൊടുത്തവയിൽ ഏതാണ് ഭിന്നസംഖ്യയുടെ വർഗ്ഗം? അപ്പോൾ ഏതൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്? 4/15, 8/9, 8/18, 4/9. അപ്പോൾ ഈ ഭിന്നസംഖ്യകളിൽ ഏതാണ് ഭിന്നസംഖ്യയുടെ വർഗ്ഗം? ഈ ഭിന്നസംഖ്യകൾ ഏതാണ് വർഗ്ഗം എന്നാണ് നമ്മൾ നോക്കേണ്ടത്. ഓക്കെ, വർഗ്ഗം എന്ന് പറഞ്ഞാൽ പെർഫെക്റ്റ് റൂട്ട് കാണാൻ പറ്റുന്നത് ഇതിലേതാണ് എന്നാണ് അർത്ഥം. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ എല്ലാത്തിൻ്റെയും റൂട്ട് എടുത്ത് നോക്കിയാൽ √4/15 എന്ന് പറയുമ്പോൾ √4/15. √4 2ആണ് അല്ലേ. √4 2ആണ്, പക്ഷേ √15 എന്തല്ല, പെർഫെക്റ്റ് റൂട്ടല്ല. അപ്പോൾ 4/15 അല്ല. ഇനി ഇത് നോക്കാം. √8/9, √8/9. √9 3ആണ്. √9 എന്താണ്, 3ആണ്. പക്ഷെ √8 എന്തല്ല, പെർഫെക്റ്റ് റൂട്ടല്ല. അപ്പോൾ ഇതും അല്ല. ഇനി മൂന്നാമത്തെ ഓപ്ഷൻ 8/18, √8/18. √8ഉം പെർഫെക്റ്റ് സ്ക്വയർ റൂട്ട് ഇല്ല, അതുപോലെ തന്നെ 18നും പെർഫെക്റ്റ് സ്ക്വയർ റൂട്ട് ഇല്ല. ഇനി ഇത് നോക്കാം നാലാമത്തത്. അപ്പോൾ ഇതല്ല. നാലാമത്തെ നോക്കുമ്പോൾ √4/9, √4 എത്ര 2, √9 എത്ര 3. അപ്പോൾ 2/3 ആണെന്ത്, √4/9. ഓക്കെ, അപ്പോൾ പെർഫെക്റ്റ് വർഗ്ഗം, ഭിന്നസംഖ്യയുടെ പെർഫെക്റ്റ് വർഗ്ഗം എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്. ഓപ്ഷൻ ഡി 4/9. അടുത്ത ചോദ്യം, ഒറ്റയാനെ കണ്ടുപിടിക്കുക. ഏതൊക്കെയാണ്? 3, 11, 19, 27. ഇതിൽ ഒറ്റയാന ഏതാണെന്ന് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിൽ 3 ഒരു പ്രൈം നമ്പറാണ്, 11 ഒരു പ്രൈം നമ്പറാണ്, 19 പ്രൈം നമ്പറാണ്, 27 എന്തല്ല, പ്രൈം നമ്പർ അല്ല അല്ലേ. പ്രൈം നമ്പർ എന്ന് പറഞ്ഞാൽ ആ നമ്പറിനെ അതേ നമ്പർ കൊണ്ടും പിന്നെ 1 കൊണ്ടും മാത്രമേ പൂർണ്ണമായിട്ട് ഹരിക്കാൻ കഴിയുള്ളൂ. ദാറ്റ് മീൻസ് 3നെ നമുക്ക് 1/3 എന്ന് എഴുതാൻ കഴിയുള്ളൂ. 11നെ അതേപോലെ 1/11 എന്ന് എഴുതാൻ കഴിയുള്ളൂ. 19നെ നമുക്ക് 1/19 എന്ന് എഴുതാൻ കഴിയുള്ളൂ. 27നെ നമുക്ക് 1/27 എന്ന് എഴുതാം. അതുപോലെ തന്നെ 3/9 27 അല്ലേ. അപ്പോൾ 27നെ നമുക്ക് ഇത്തരം രീതികളിലൊക്കെ എഴുതാം. അപ്പോൾ 27 എന്തല്ല, പ്രൈം നമ്പർ അല്ല. അപ്പോൾ ഇവിടെ ഒറ്റപ്പെട്ടത് 27 ആണ്. ഓപ്ഷൻ ഡി. അടുത്ത ചോദ്യം, അടുത്ത പദം ഏത്? അപ്പോൾ ഒരു സീരീസ് കൊടുത്തിട്ടുണ്ട്. ഏതാണ്? 1, 1, 2, 3, 5 ഡാഷ്. അടുത്തത് ഏതാ വരിക? അപ്പോൾ ഈ സീരീസ് എങ്ങനെ പ്രോഗ്രസ് ചെയ്തിട്ടുള്ളത് നമ്മൾ നോക്കണം. അപ്പോൾ ഇവിടെ 1 1 ആണ്. 1 + 1 എന്താണ്, 2. 2 + 1 എത്ര, 3. 3 + 2 എത്ര, 5. അപ്പോൾ ഇവിടെ വരാൻ പോകുന്ന സംഖ്യ എന്ന് പറയുന്നത് 5 + 3 എത്ര, 8 ആയിരിക്കും. ഇതെങ്ങനെയാണ് പ്രോഗ്രസ് ചെയ്തിട്ടുള്ളത്? ഇത് അടുത്ത സംഖ്യ കിട്ടാൻ തൊട്ട് ബാക്കിലുള്ള 2 സംഖ്യകൾ എന്ത് ചെയ്യുക, കൂട്ടുക. അങ്ങനെയാണ് ഈ സീരീസ് പ്രോഗ്രസ് ചെയ്ത് പോയിട്ടുള്ളത്. അപ്പോൾ മിസ്സിംഗ് നമ്പർ എന്ന് പറയുന്നത് 8 ആണ്. അപ്പോൾ ഓപ്ഷൻ ബി ഈസ് ദ കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം, ഒരാൾ 15,000 രൂപക്ക് വാങ്ങിയ TV 13,350 രൂപക്ക് വിറ്റാൽ നഷ്ടം എത്ര ശതമാനമാണ്? അപ്പോൾ ഒരാൾ TV വാങ്ങിയ പ്രൈസ്, കോസ്റ്റ് പ്രൈസ് എത്രയാണ്? 15,000 രൂപക്കാണ് വാങ്ങിച്ചത്. TV വിറ്റത്, സെല്ലിംഗ് പ്രൈസ് എത്രയാണ്? 13,350 രൂപയാണ്. നമുക്ക് കാണേണ്ടത് നഷ്ട ശതമാനമാണ് നമുക്ക് കാണേണ്ടത് അല്ലേ. അപ്പോൾ നഷ്ട ശതമാനം കാണാൻ നമ്മൾ എന്ത് ചെയ്യണം? കോസ്റ്റ് പ്രൈസ് മൈനസ് സെല്ലിംഗ് പ്രൈസ് ഡിവൈഡഡ് ബൈ കോസ്റ്റ് പ്രൈസ് ഇൻറ്റു 100 ആണെന്ത്, നഷ്ട ശതമാനം. ദാറ്റ് മീൻസ് കോസ്റ്റ് പ്രൈസ് എന്ന് പറഞ്ഞാൽ 15,000
മൈനസ് സെല്ലിംഗ് പ്രൈസ് 13,350 ഡിവൈഡഡ് ബൈ കോസ്റ്റ് പ്രൈസ് 15,000 ഇൻറ്റു 100. ഇനി 15,000 നിന്ന് 13,350 പോയി കഴിഞ്ഞാൽ എത്രയാണെന്നാണ് നമ്മൾ നോക്കേണ്ടത്. 0 0 പോയാൽ 0, 0 5 പോയില്ല. അപ്പം നമ്മൾ ഈ 5 ഇവിടേക്ക് ഒന്ന് എടുക്കും, അത് 10 ആവും. ഈ 10 ഇങ്ങോട്ട് ഒന്ന് എടുക്കും, അപ്പോൾ ഇവിടെ 10 ആവും. 10 5 പോയാൽ 5. പിന്നെ ഇവിടെ 9 ഉണ്ടാവുള്ളൂ. 9 3 പോയി കഴിഞ്ഞാൽ 6. പിന്നെ ഇവിടെ 4 ഉണ്ടാവുള്ളൂ. 4 3 പോയി കഴിഞ്ഞാൽ 1. പിന്നെ ഇവിടെ 1 ആണ്. 1 1 പോയാൽ 0. അപ്പോൾ നമ്മൾ ആൻസർ ന്യൂമറേറ്ററിൽ 1650 എന്ന് വരും. ഡിവൈഡഡ് ബൈ 15,000 ഇൻറ്റു 100. അപ്പോൾ നമ്മൾ ഈ 0യും 0യും ഈ 0യും 0യും വെട്ടും. അതുപോലെ തന്നെ ഇതും ഈ 0യും വെട്ടും. ഇനി 5 കൊണ്ട് വെട്ടിയാൽ 15ൽ 3 5 ഉണ്ട്. 165ൽ 16ൽ 3 5 ശിഷ്ടം 1, 15ൽ 3 33 അല്ലേ. അപ്പോൾ 33/3 വീണ്ടും 3 കൊണ്ട് വെട്ടിയാൽ 33ൽ എത്ര 3 ഉണ്ട്? 11 3 ഉണ്ട് അല്ലേ. ദാറ്റ് മീൻസ് 11%. അപ്പോൾ ഇവിടെ നഷ്ട ശതമാനം എന്ന് പറയുന്നത് 11%. ഓപ്ഷൻ ബി ആണെന്ത് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം, ഒരു ക്ലാസ്സിലെ 42 കുട്ടികളുടെ ശരാശരി വയസ്സ് 11 ആണ്. ടീച്ചറേയും കൂടി ഉൾപ്പെടുത്തിയപ്പോൾ ശരാശരി വയസ്സ് 12 ആയി. അങ്ങനെയാണെങ്കിൽ ടീച്ചറുടെ വയസ്സ് എത്ര? അപ്പോൾ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് 42 കുട്ടികളുടെ ശരാശരി വയസ്സ് നമുക്ക് തന്നിട്ടുണ്ട്. എത്രയാണ്? 11 ആണ്. പിന്നെ നമ്മളോട് പറഞ്ഞു ടീച്ചറേയും കൂടി ഉൾപ്പെടുത്തിയപ്പോൾ. അപ്പം 42 കുട്ടികളുടെ കൂടെ ടീച്ചറേയും കൂടി ഉൾപ്പെടുത്തിയാൽ ടോട്ടൽ എത്ര പേരായി? 43 ആളുകളായി. 43 ആളുകളുടെ ശരാശരി വയസ്സ് എന്ന് പറയുന്നത് എത്രയാണ്? 12 എന്ന് തന്നിട്ടുണ്ട്. ടീച്ചറേയും കൂടി ഇൻക്ലൂഡഡ് ആയാലും ശരാശരി വയസ്സ് 12. അങ്ങനെയാണെങ്കിൽ ടീച്ചറുടെ വയസ്സ് എത്ര എന്നാണ് നമുക്ക് കാണേണ്ടത്. ടീച്ചറുടെ വയസ്സ് എക്സ് ആക്കി എടുത്താൽ നമുക്ക് എക്സ് ആണ് കാണേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് ടീച്ചറും കൂടി വന്നതിന് ശേഷം ഉള്ള 43 ആളുകളുടെ ആവറേജ് നമുക്ക് തന്നിട്ടുണ്ട് 12 എന്ന് പറഞ്ഞാൽ. ദാറ്റ് ഈസ് നമുക്കറിയാം ആവറേജിൻ്റെ ഇക്വേഷൻ. ആവറേജ് എന്ന് പറഞ്ഞാൽ സം ഓഫ് ഏജസ് ഓഫ് 43% അല്ലേ, ഡിവൈഡഡ് ബൈ എത്ര പേരുണ്ട്? 42 കുട്ടികളായിരുന്നു. ടീച്ചർ കൂടി കൂടിയപ്പോൾ 43. അപ്പോൾ ടോട്ടൽ 43 പേരുണ്ട്. ഓക്കെ, ദാറ്റ് ഈസ് 43 ആളുകളുടെ വയസ്സുകളുടെ തുക എന്ന് പറഞ്ഞാൽ 42 കുട്ടികളുടെ ടോട്ടൽ വയസ്സ് പ്ലസ് ടീച്ചറുടെ വയസ്സ്. അങ്ങനെയാണ് 43 ആളുകളുടെ ടോട്ടൽ വയസ്സ്. അപ്പോൾ 42 കുട്ടികളുടെ ശരാശരി വയസ്സ് 11 ആണ്. അങ്ങനെയാണെങ്കിൽ 42 കുട്ടികളുടെ ടോട്ടൽ വയസ്സ് എന്ന് പറഞ്ഞാൽ 42 × 11 ആയിരിക്കും. പിന്നെ ടീച്ചർ വയസ്സ് എക്സ് ആണ്. അപ്പോൾ സമ്മിൻ്റെ സ്ഥാനത്ത് ഇവിടെ 42 × 11 പ്ലസ് എക്സ് ഓൾ ഡിവൈഡഡ് ബൈ 43 എന്ന് എഴുതാം. 43. ദിസ് ഈസ് ഈക്വൽ ടു 43 ആളുകളുടെ ആവറേജ് 12 എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിന് നമ്മൾ എക്സ് കണ്ടാൽ മതി. ഓക്കെ, അപ്പോൾ അടുത്ത സ്റ്റെപ്പിൽ 43 അങ്ങോട്ട് കൊണ്ടുപോകാം. അപ്പോൾ ബാക്കി എന്തുണ്ടാവുക? 42 × 11 പ്ലസ് എക്സ് ഈക്വൽ ടു 12 × 43. സോ എക്സ് ഈക്വൽ ടു 12 × 43 മൈനസ് 42 × 11. ദാറ്റ് ഈസ് 12 × 43 ചെയ്താൽ നമുക്ക് 516 കിട്ടും. മൈനസ് 42 × 11 ചെയ്താൽ 462 എന്ന് കിട്ടും അല്ലേ. അപ്പോൾ 516 462 പോയി കഴിഞ്ഞാൽ 54. അപ്പോൾ ടീച്ചറുടെ വയസ്സ് എത്രയാണ്? 54 വയസ്സാണ്. ഓക്കെ, ഓപ്ഷൻ സി ആണെന്ത് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം, 4, 12, 20 എന്നീ സംഖ്യകളുടെ ലസാഗു എന്ത്? 4, 12, 20 ഈ സംഖ്യയുടെ ലസാഗു എന്ന് പറയുമ്പോൾ LCM. നമുക്ക് LCM ആണ് കാണേണ്ടത്. അപ്പോൾ നമ്മൾ 4, 12, 20 ഫാക്ടറൈസ് ചെയ്യണം. അപ്പോൾ 2 കൊണ്ട് ഫാക്ടറൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് 4, 12, 20 നമുക്ക് 4 കൊണ്ട് തന്നെ ഫാക്ടറൈസ് ചെയ്യാം. 4 കൊണ്ട് ഫാക്ടറൈസ് ചെയ്യുമ്പോൾ 4ൽ 1, 12ൽ 3, 20ൽ 5 3 5 4. ഓക്കെ,
അപ്പോൾ LCM എന്ന് പറഞ്ഞാൽ പിന്നെ നീ ഇതിൽ കോമൺ ആയിട്ട് ഫാക്ടറൈസ് ചെയ്യാനൊന്നുമില്ല, കാരണം ഇവിടെ 1 ഇവിടെ 3 ഇവിടെ 5 ഇതിൽ കോമൺ ആയിട്ട് ഒന്നുമില്ല പുറത്തെടുക്കാൻ. അപ്പോൾ നമ്മൾ LCM എന്ന് പറഞ്ഞാൽ 4 × 1 × 3 × 5 ആണ്. ദാറ്റ് ഈസ് 4 × 1 4, 4 × 3 12, 12 × 5 60. എത്രയാണ്? 60. അപ്പോൾ LCM 60 ആണ്. ഓപ്ഷൻ എ ആണെന്ത് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം, ആരോഹണ ക്രമത്തിൽ എഴുതുക. 3.5, 4, 4.2, 2.7. ഇതിനെ ആരോഹണ ക്രമത്തിൽ എഴുതുക. ആരോഹണ ക്രമം എന്ന് പറഞ്ഞാൽ ആദ്യം ചെറുത് പിന്നെ വലുത്, ചെറുതിൽ നിന്ന് വലുതിലേക്ക്. അപ്പോൾ ഇതിൽ ഏറ്റവും ചെറുത് 2.7 ആണ് അല്ലേ. അപ്പോൾ ആദ്യം 2.7 എഴുതുക. അത് കഴിഞ്ഞിട്ട് ചെറുത് 3.5 ആണ് അല്ലേ. 2.7 കഴിഞ്ഞാൽ തൊട്ട് മേലുള്ളത് ഏതാണ്? 3.5 ആണ്. അപ്പോൾ അടുത്തത് 3.5 വരും. 3.5 കഴിഞ്ഞാൽ തൊട്ട് മുകളിലുള്ള സംഖ്യ ഇവിടെ 4 ആണ്. ലാസ്റ്റ് 4.2. അപ്പോൾ 2.7, 3.5, 4, 4.2. ഇങ്ങനെയാണ് നമ്മൾ ആരോഹണ ക്രമത്തിൽ എഴുതുക. ഓക്കെ. അപ്പോൾ നമ്മൾ ഓപ്ഷൻ നോക്കുമ്പോൾ ഓപ്ഷൻ ഡി ആണ് ഇത് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം, മീര ഒരു വരിയിൽ നിന്ന് മുന്നിൽ നിന്നും 16-മതും പിന്നിൽ നിന്ന് 10-മതുമാണ് എങ്കിൽ വരിയിൽ ആകെ എത്ര ആളുകൾ ഉണ്ട്? അപ്പോൾ മീര വരിയിൽ നിൽക്കുകയാണ്. ഇവിടെ വരിയിൽ ഒരു ക്യൂവിലാണ് മീര. മീരയുടെ സ്ഥാനം മുന്നിൽ നിന്ന് 16-മത്. മീര മുന്നിൽ നിന്ന് 16-മത്തെ ആളാണ്. ഓക്കെ. പിന്നിൽ നിന്ന് 10-മത്തെ ആളും. പിന്നിൽ നിന്ന് മീരയുടെ സ്ഥാനം 10-മതാണ്. അങ്ങനെയാണെങ്കിൽ വരിയിലാകെ എത്ര ആളുകളുണ്ടെന്നാണ് ചോദ്യം. വരിയിലാകെ മീര മുന്നിൽ നിന്ന് 16-മതാണ്. അപ്പോൾ മീരയുടെ മുന്നിൽ എത്ര ആളുകളുണ്ട്? 15 പേരുണ്ട്. അതേപോലെ തന്നെ മീര പിറകിൽ നിന്ന് 10-മതാണ്. അപ്പോൾ മീരയുടെ പിറകിൽ എത്ര പേരുണ്ട്? 9 പേരുണ്ട്. അപ്പോൾ ഈ വരിയിൽ ആകെ എത്ര ആളുകളുണ്ട്? മീരയുടെ മുന്നിൽ 15 പേര് പ്ലസ് മീരയുടെ ബാക്കിൽ 9 പേര് പ്ലസ് മീര. അപ്പോൾ 15ഉം 9ഉം 1 10, 25 അല്ലേ. അപ്പോൾ ടോട്ടൽ 25 പേരാണ് ഈ വരിയിലുള്ളത്. ഓപ്ഷൻ എ ആണെന്ത് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം, രാജുവിന് സോനുവിനേക്കാൾ 4 വയസ്സ് കൂടുതലാണ്. സോനുവിൻ്റെ വയസ്സ് മീനയുടെ വയസ്സിൻ്റെ 2 മടങ്ങാണ്. 3 പേരുടെയും വയസ്സിൻ്റെ തുക 24 ആണെങ്കിൽ സോനുവിൻ്റെ വയസ്സ് എത്ര? അപ്പോൾ നമ്മളോട് എന്താ പറഞ്ഞിട്ടുള്ളത്? രാജുവിന് സോനുവിനേക്കാൾ 4 വയസ്സ് കൂടുതലുണ്ട്. രാജുവിൻ്റെ വയസ്സ് എന്ന് പറഞ്ഞാൽ സോനുവിൻ്റെ വയസ്സിനേക്കാൾ 4 വയസ്സ് കൂടുതലാണ്. പിന്നെ നമ്മളോട് പറഞ്ഞു സോനുവിൻ്റെ വയസ്സ് മീനയുടെ വയസ്സിൻ്റെ 2 മടങ്ങാണ്. സോനുവിൻ്റെ വയസ്സ് എന്ന് പറഞ്ഞാൽ മീനയുടെ വയസ്സിൻ്റെ 2 മടങ്ങ് ഇൻറ്റു 2. 3 പേരുടെയും വയസ്സുകളുടെ തുക 24 ആണെങ്കിൽ 3 പേരുടെ വയസ്സുകളുടെ തുക, അതായത് രാജു, സോനു പ്ലസ് മീന, 3 പേരുടെയും വയസ്സുകളുടെ തുക എത്രയാണ്? 24 ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് സോനുവിൻ്റെ വയസ്സാണ് കാണേണ്ടത്. ഓക്കെ. അപ്പോൾ നമുക്ക് സോനുവിൻ്റെ വയസ്സ് കാണാൻ ഈ ഇക്വേഷൻ തന്നെ ഉപയോഗിക്കാം. 3 പേരുടെയും വയസ്സുകളുടെ തുക 24. അപ്പോൾ ഇതിൽ 6നെയും, അതായത് 6 എന്ന് പറഞ്ഞാൽ രാജുവിനെയും മീനയുടെയും മാറ്റി എഴുതണം ഇൻ ടേംസ് ഓഫ് എസ്സിൽ. അപ്പോൾ നമുക്ക് ഫസ്റ്റത്തെ ഇക്വേഷനിൽ നിന്ന് എസ് ഈക്വൽ ടു എന്ത് എഴുതാം? r-4 എന്ന് എഴുതാം അല്ലേ. ഇതിൽ നിന്ന് r-4 എന്ന് എഴുതാം, കാരണം ഈ 4 അങ്ങോട്ട് കൊണ്ടുവന്നാൽ r-4 ആവും. ഇനി ഇതിൽ നിന്ന് നമുക്ക് എസ് ഈക്വൽ ടു നമുക്ക് സോനുവിൻ്റെ വയസ്സാണ് നമുക്കിവിടെ സോനുവിൻ്റെ വയസ്സാണ് കാണേണ്ടത് അല്ലേ. അപ്പോൾ ഈ രാജുവിൻ്റെയും മീനയുടെയും നമ്മൾ മാറ്റി എഴുതണം, അതിനെ റീപ്ലേസ് ചെയ്തതാണ് ഇൻ ടേംസ് ഓഫ് എസ്സിൽ. കാരണം നമുക്ക് സോനുവിൻ്റെ ആണ് കാണേണ്ടത്. അപ്പോൾ ആറിനെയും എമ്മിനെയും എസ്സിൻ്റെ ടേമിൽ എഴുതണം. ഓക്കെ. അപ്പോൾ ഇവിടുന്ന് നമുക്ക് r ഈക്വൽ ടു എന്ത് എഴുതാം? s+4 എന്ന് കൊടുക്കാം. ഈ ആറിൻ്റെ സ്ഥാനത്ത് s+4 കൊടുക്കാം. പിന്നെ ഈ എമ്മിൻ്റെ സ്ഥാനത്ത് നമുക്ക് ഈ 2നെ അങ്ങോട്ട് കൊണ്ടുവന്നാൽ നമുക്ക് m ഈക്വൽ ടു എന്ത് എഴുതാം? s/2 എന്ന് എഴുതാം. അപ്പോൾ എമ്മിൻ്റെ സ്ഥാനത്ത് അതും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് എന്താ കിട്ടുക? ആറിൻ്റെ സ്ഥാനത്ത് s+4 പ്ലസ് s പ്ലസ് എമ്മിൻ്റെ സ്ഥാനത്ത് s/2 ഈക്വൽ ടു
24. ഇനി നമുക്ക് ഇതിന് എസ് കണ്ടാൽ മതി. ഈ 4 ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ -4 ആവും. അപ്പോൾ 24 4 പോയാൽ പിന്നെ ഇവിടെ എത്ര ഉണ്ടാവുക? 20 ഉണ്ടാവുക. എത്ര? 20 ഉണ്ടാവും. ഇനി s പ്ലസ് എസ് പ്ലസ് എസ് ബൈ 2 എത്ര? എസ് പ്ലസ് 2s അല്ലേ? അപ്പോൾ നമ്മൾ ഈ എസ്സിനെ ഇതിൽ നിന്ന് പുറത്തെടുത്താൽ, കോമൺ ആയിട്ട് എസ്സിനെ പുറത്തെടുത്താൽ പിന്നെ ഇവിടെ 2 ഉണ്ടാവും, ഇവിടെ 1 ഉണ്ടാവും അല്ലേ? ദാറ്റ് ഈസ് എസ് ഇൻറ്റു 2 പ്ലസ് 1/2. 2 പ്ലസ് 1/2 എത്ര? 2 ഇൻറ്റു 2 4, 4 പ്ലസ് 1 5, 5/2. അപ്പോൾ ഇവിടെ നമുക്ക് പിന്നെ എന്താവുക? 5/2 എന്നുണ്ടാവും. 5/2. അപ്പോൾ നമുക്ക് എസ് ഇൻറ്റു 5/2 ഈക്വൽ ടു 20 എന്ന് കിട്ടി. അപ്പോൾ എസ് കിട്ടാൻ ഈ 5/2നെ അങ്ങോട്ട് കൊണ്ടുപോയാൽ മതി അല്ലേ? ദാറ്റ് മീൻസ് എസ് ഈക്വൽ ടു 20 അവിടെ ഉണ്ട്, 5/2 അങ്ങോട്ട് പോകുമ്പോൾ എന്താവും? 2/5 എന്നാവും. 20ൽ എത്ര അഞ്ചുണ്ട്? 4 അഞ്ചുണ്ട്. അപ്പോൾ 4 ഇൻറ്റു 2 8. അപ്പോൾ സോനുവിൻ്റെ വയസ്സ് എത്രയാണ്? 8 ആണ്. ഓക്കെ. അപ്പോൾ നമ്മളെ ഓപ്ഷൻ നോക്കുമ്പോൾ ഓപ്ഷൻ സി ആണെന്ത് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം, സമചതുരാകൃതിയായ ഒരു സ്ഥലത്തിന് 1296 ചതുരശ്ര മീറ്റർ പരപ്പളവാണ് ഉള്ളത്. ഇതിൻ്റെ ഒരു വശത്തിന് എത്ര മീറ്റർ നീളമുണ്ട്? അതാണ് നമുക്ക് കാണേണ്ടത്. അപ്പോൾ നമുക്കൊരു സമചതുരാകൃതിയിലുള്ള ഒരു കളിസ്ഥലമുണ്ട് അല്ലേ? അല്ലെങ്കിൽ ഒരു സ്ഥലമുണ്ട്. സമചതുരാകൃതിയിലുള്ള ഒരു സ്ഥലം. സമചതുരാകൃതി എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ 4 സൈഡും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. എ എന്നാണ് നമ്മൾ സൂചിപ്പിക്കുക. അതാണ് സമചതുരം എന്ന് പറഞ്ഞാൽ. ഇതിൻ്റെ ഏരിയ തന്നിട്ടുണ്ട്. ഇതിൻ്റെ ഏരിയ എത്രയാണ്? 1296 സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ്. സെൻറ്റിമീറ്റർ സ്ക്വയർ അല്ല, മീറ്റർ സ്ക്വയർ. ഓക്കെ. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ഒരു വശത്തിൻ്റെ നീളം എത്ര? അതായത് നമുക്ക് ഒരു വശത്തിൻ്റെ നീളമാണ് കിട്ടേണ്ടത്. അപ്പോൾ നമുക്കറിയാം സമചതുരത്തിൻ്റെ ഏരിയൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്, അതായത് എ ഇൻറ്റു എ എത്ര? എ സ്ക്വയർ ആണ്. ദാറ്റ് മീൻസ് എ സ്ക്വയർ ഈക്വൽ ടു, നമുക്ക് ഏരിയ തന്നിട്ടുണ്ട് 1296. അപ്പോൾ എ എന്ന് പറഞ്ഞാൽ എന്താണ്? റൂട്ട് ഓഫ് 1296. അപ്പോൾ ഇതിൽ നമ്മൾ ചെയ്ത് നോക്കുമ്പോൾ 1296ൻ്റെ റൂട്ട് നമുക്ക് പെട്ടെന്ന് അറിയില്ല എങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? 1296നെ ഫാക്ടറൈസ് ചെയ്യാം. സിമ്പിളായിട്ട് നമുക്ക് ഇവിടെ 2 കൊണ്ട് ഫാക്ടറൈസ് ചെയ്താൽ 12 6, 96 45 3 48, 648 എന്ന് വരും. വീണ്ടും 2 കൊണ്ട് ഫാക്ടറൈസ് ചെയ്താൽ 3 6 3 48 24. വീണ്ടും 2 കൊണ്ട് ഫാക്ടറൈസ് ചെയ്യാം. 32 16 4 2. വീണ്ടും ഫാക്ടറൈസ് ചെയ്താൽ 2 കൊണ്ട് 16 8 1 81 വരും. 81നെ നമുക്ക് 9 കൊണ്ട് ഫാക്ടറൈസ് ചെയ്താൽ 9 എന്ന് വരും അല്ലേ? 9നെ നമുക്ക് 3 കൊണ്ട് ഫാക്ടറൈസ് ചെയ്യാം. 3ൽ 3. വീണ്ടും 3 കൊണ്ട് ഫാക്ടറൈസ് ചെയ്താൽ 1 അല്ലേ? അപ്പോൾ ഈ 9നെ ഇപ്പോൾ ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന കാര്യങ്ങൾ നമുക്ക് കിട്ടിയത് ഒന്ന് എഴുതാം. 1296നെ എനിക്ക് 2 ഇൻറ്റു 2 ഇൻറ്റു 2 ഇൻറ്റു 2 2⁴ ഇൻറ്റു പിന്നെ ഇവിടെ 3 ഇൻറ്റു 3. ഈ 9നെ എനിക്ക് എന്ത് എഴുതാം? 3 ഇൻറ്റു 3 എന്ന് എഴുതാം. അപ്പോൾ എത്ര 3 ആയി? 1 2 3 4. അപ്പോൾ 3⁴ ദാറ്റ് ഈസ് രണ്ടിനും കോമൺ ആയിട്ട് എക്സ്പോണൻഷ്യൽ 4. അപ്പോൾ 2 ഇൻറ്റു 3 all⁴ എന്ന് എഴുതാം. 2 ഇൻറ്റു 3 എത്ര? 6. 6⁴ എന്ന് എഴുതാം. അപ്പോൾ നമ്മൾ ഇവിടെ കൊടുക്കുമ്പോൾ 1296ന് പകരം നമുക്ക് 6⁴ എന്ന് എഴുതാം. അപ്പോൾ ഇതിൻ്റെ റൂട്ട് കാണുമ്പോൾ എന്താവും? 6⁴ ആവും. 4 എന്താവും? 2 ആവും. 6 സ്ക്വയർ എന്ന് പറഞ്ഞാൽ എത്ര? 36. അപ്പോൾ എയുടെ വാല്യൂ 36 ആണ്. ഓപ്ഷൻ സി ആണെന്ത് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം, നീലിമ സഞ്ചരിച്ച തീവണ്ടി 2 മണിക്കൂർ 30 മിനിറ്റ് കൊണ്ട് 300 കിലോമീറ്റർ ഓടിയാണ് കോഴിക്കോട് എത്തിയത്. തീവണ്ടിയുടെ ശരാശരി വേഗം എത്ര മണിക്കൂറിൽ? അപ്പം നീലിമ സഞ്ചരിച്ച തീവണ്ടി എത്ര സമയം കൊണ്ടാണ്, സമയം തന്നിട്ടുണ്ട് നമുക്ക്, ടൈം എത്രയാണ്? 2 മണിക്കൂർ 30 മിനിറ്റ്, അതായത് 2.5.
2.5 മണിക്കൂർ, അതാണ് അതിൻ്റെ അർത്ഥം. 2:30 എന്ന് പറയുമ്പോൾ 2 മണിക്കൂർ 30 മിനിറ്റ്. ഓക്കെ, അപ്പോൾ 2.5 ഇങ്ങനെ എഴുതിയാൽ മതി. നമുക്കിവിടെ തന്നിട്ടുള്ളത് ടൈം തന്നിട്ടുണ്ട്. ടൈം എന്ന് പറഞ്ഞാൽ എത്രയാണ് തന്നിട്ടുള്ളത്? 2 മണിക്കൂർ 30 മിനിറ്റ്. 2 മണിക്കൂർ പിന്നെ 30 മിനിറ്റ്, ഇതാണ് ടൈം തന്നിട്ടുള്ളത്. അപ്പോൾ 2 മണിക്കൂർ 30 മിനിറ്റിന് നമുക്ക് 2.5 മണിക്കൂർ എന്ന് എഴുതാം. ഓക്കെ, ഇനി പിന്നെ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് എത്ര ദൂരമാണ് ട്രെയിൻ ഓടിയിട്ടുള്ളത്. ഡിസ്റ്റൻസ് 300 കിലോമീറ്ററാണ്. 300 കിലോമീറ്ററാണ് ഓടിയിട്ടുള്ളത്. നമുക്ക് കാണേണ്ടത് വേഗതയാണ്, ശരാശരി വേഗത അല്ലെങ്കിൽ വെലോസിറ്റി, പ്രവേഗം. വെലോസിറ്റി v ഈക്വൽ ടു നമുക്കറിയാം ഡിസ്റ്റൻസ് ട്രാവൽഡ് ഡിവൈഡ് ബൈ ടൈം ആണ്. ദാറ്റ് ഈസ് ഡിസ്റ്റൻസ് ട്രാവൽഡ് എത്രയാണ്? 300 കിലോമീറ്റർ ഡിവൈഡ് ബൈ ടൈം എത്രയാണ്? 2.5 മണിക്കൂർ. ഓക്കെ, അപ്പോൾ ഞാനിവിടെ ഇത് പെട്ടെന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഈ 2.5നെ ഞാൻ ഇവിടെ 300 ഉണ്ട്, 300 കിലോമീറ്റർ മുകളിലുണ്ട്. താഴത്തെ 2.5നെ ഞാൻ 25 × 10⁻⁻1 എഴുതാണ്. ഇത്രയും അവേഴ്സ്. ഇനി 25ൽ എത്ര അഞ്ചുണ്ട്? 5 അഞ്ചുണ്ട്. 300ൽ 30ൽ 6, പിന്നെ ഇവിടെ 0, 60. വീണ്ടും 5 കൊണ്ട് വെട്ടിയാൽ 60ൽ 12 അഞ്ചുണ്ട്. ഓക്കെ, ഇവിടെ 10⁻⁻1 ഉണ്ട്. അത് മുകളിൽ പോയാൽ എന്താവും? 10⁻1 ആവും. ദാറ്റ് ഈസ് 12 × 10⁻1 കിലോമീറ്റർ പെർ അവർ. ദാറ്റ് ഈസ് 12 × 10 120 കിലോമീറ്റർ പെർ അവർ വേഗതയാണ് ആ ട്രെയിനിന് ഉണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഓപ്ഷൻ ബി ആണെന്ത് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം, 8 1/4 ലിറ്റർ പാല് 3/4 ലിറ്ററിൻ്റെ കുപ്പികളിലാക്കിയാൽ കുപ്പികളുടെ എണ്ണം എത്ര? അപ്പോൾ ടോട്ടൽ പാല് എത്ര ലിറ്ററാണ് തന്നിട്ടുണ്ട്? 8 1/4 ലിറ്റർ. ദാറ്റ് ഈസ് 8 1/4 നമുക്ക് 8 + 1/4 ലിറ്റർ എന്ന് പറയാം. അത് ചെയ്യുമ്പോൾ 8 × 4 32 + 1 33/4 ലിറ്റർ. ഇതാണ് പാല്. പിന്നെ നമ്മോട് പറഞ്ഞിട്ടുള്ളത് ഇത്രയും ലിറ്റർ പാല് നമ്മൾ കുറച്ച് കുപ്പികളിലാക്കുകയാണ്. അതിൽ ഒരു കുപ്പിയുടെ സൈസ് തന്നിട്ടുണ്ട്. അല്ലെങ്കിൽ ഒരു കുപ്പിയിൽ കൊള്ളുന്നത് എത്ര ലിറ്റർ പാലാണ്? 3/4 ലിറ്ററാണ് ഒരു കുപ്പിയിൽ കൊള്ളുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എത്ര കുപ്പികൾ ഉണ്ട് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ടോട്ടൽ പാലിനെ ഒരു കുപ്പിൻ്റെ ലിറ്റർ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. അപ്പോൾ അത് എത്ര കുപ്പികൾ ഉണ്ടെന്ന് നമുക്ക് കിട്ടും അല്ലേ? ദാറ്റ് ഈസ് 33/4 ഇൻറ്റു ഇത് തിരിച്ചിട്ടാൽ മതി 4/3. ഈ 4ഉം 4ഉം പോവും. 33ൽ എത്ര 3 ഉണ്ട്? 11. അപ്പോൾ നമുക്ക് 11 കുപ്പികളാണ് ഉണ്ടാവുക. ഓപ്ഷൻ എ ആണെന്ത് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം, 27 കിലോഗ്രാം അരി 20 പേർക്ക് വീതിച്ചാൽ ഓരോരുത്തർക്ക് എത്ര വീതം അരി കിട്ടും? എന്താണ് പറഞ്ഞുള്ളത്? 27 കിലോഗ്രാം അരി 20 പേർക്ക് വീതിച്ച് നൽകി. അങ്ങനെയാണെങ്കിൽ ഓരോരുത്തർക്ക് എത്ര വീതം കിട്ടും? ടോട്ടൽ അരി 27 കിലോഗ്രാം ഡിവൈഡ് ബൈ 20 ചെയ്താൽ മതി. ദാറ്റ് ഈസ് 27/20 ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടാം? 27/20 ചെയ്യുമ്പോൾ 27ൽ എത്ര 20 ഉണ്ട്? ഒരു 20 ഉണ്ട്. പിന്നെ ഇവിടെ ശിഷ്ടം എത്ര? 7. 7/20 അല്ലേ? അപ്പോൾ നമ്മൾ 7/20 എത്രയാണെന്ന് നോക്കാം. 7നെ 20 കൊണ്ട് ഹരിച്ചാൽ 7ൽ 20 പോയില്ല. അപ്പോൾ നമ്മളിവിടെ ഒരു 0 ഇട്ട് കൊടുക്കും. അപ്പോൾ ഇവിടെ പോയിന്റ് വരും. 70ൽ എത്ര 20 ഉണ്ട്? 60ൽ നമുക്കറിയാം 3 20 ഉണ്ട്. 3 × 20 60 ആണ്. 70ൽ നിന്ന് 60 പോയാൽ 10 ആണ്. 10ൽ 20 പോവില്ല. അപ്പോൾ നമ്മൾ വീണ്ടും ഒരു 0 ഇട്ട് കൊടുക്കും. 100ൽ എത്ര 20 ഉണ്ട്? 5 ഉണ്ട്. 5 × 20 100. 0 വരും. അപ്പോൾ 7/20 എത്രയാണ്? 0.35 ആണ്. അപ്പോൾ നമുക്ക് ഇതിനെ 1 + 7/20നെ 0.35 എഴുതാം. ദാറ്റ് ഈസ് 1.35. അപ്പോൾ ഒരാൾക്ക് 1.35 കിലോഗ്രാം അരിയാണ് കിട്ടുക. അപ്പോൾ നമ്മൾ ഓപ്ഷൻ ബി ആണെന്ത് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം, 1 മുതൽ തുടർച്ചയായ കുറേ ഒറ്റസംഖ്യകളുടെ തുക 100 ആണെങ്കിൽ സംഖ്യകളുടെ എണ്ണം എത്ര? ദാറ്റ് ഈസ് 1 മുതൽ തുടർച്ചയായ ഒറ്റസംഖ്യകൾ, അതായത് ഏതൊക്കെയാണ് സംഖ്യകൾ? 1 3 5 7 9 അങ്ങനെ പോകും.
അങ്ങനെ ലാസ്റ്റത്തെ ടേം n ആയിരിക്കും. ഇവയുടെ തുക നമുക്ക് തന്നിട്ടുണ്ട്. എത്രയാ? 100 എന്ന് തന്നിട്ടുണ്ട്. നമുക്ക് കാണേണ്ടത് എത്ര സംഖ്യകളുടെ തുകയായിരിക്കും അത് എന്നാണ് അറിയേണ്ടത്. അതായത് n എത്രയാണെന്നാണ് നമുക്ക് കാണേണ്ടത്. എത്ര സംഖ്യകൾ എന്ന് പറഞ്ഞാൽ n ആണല്ലോ. അപ്പോൾ നമുക്കറിയാം ഇത് ഒറ്റ സംഖ്യകളാണ്. ഒറ്റ സംഖ്യകളുടെ സം എന്ന് പറഞ്ഞാൽ Sn = n² ആണ്. നമുക്കറിയാം. സമ്മ് തന്നിട്ടുണ്ട്. നമുക്ക് എത്രയാണ്? 100 എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ഇന്ന് തന്നെ കണ്ടൂടെ? n² = 100 ആണെങ്കിൽ n എത്രയാണ്? √100. √100 എത്രയാണ്? 10. അപ്പോൾ എത്ര സംഖ്യകളുണ്ട്? 10 സംഖ്യകളാണ് ഉള്ളത്. ഓക്കെ, ഓപ്ഷൻ സി ആണെന്ത് കറക്റ്റ് ആൻസർ.